വന്ന് എനിക്ക് പേടിയായിട്ട് വയ്യ. രുക്കുഞ്ഞെ പാത്തിനൊന്നും കാണാനില്ലല്ലോ. ആ വരൂടി, അവർ ട്യൂഷൻ സെന്ററിൽ പോയിരിക്കാ. ഞാൻ ഇന്ന് പോയില്ല ട്യൂഷന്. പിള്ളേരെ ഓടിക്കോ, ദോ പിള്ള സാർ ഒരു പേപ്പർ ആയിട്ട് വരണേ. എടാ എവിടെയാടാ? വരുന്നേ, ഓടിക്കോ. ദൈവമേ, എനിക്ക് വട്ട പൂജയായിരിക്കും. ഓടി ഓടി തളർന്നടി. എടാ താതറിയൊന്നും കണ്ടില്ലല്ലോ. ഇന്നോടി എല്ലാ പിള്ളേരും കാണാനില്ലല്ലോ. എടി പാത്തൂർക്ക് വരൂലേ, നമ്മളെ പറ്റിച്ചാന്തോടി. പാത്തു എന്നെ കണ്ടായിരുന്നു, രാവിലെ ട്യൂട്ടറിൽ പോകാൻ എന്നെ കണ്ടായിരുന്നു, വരുമെന്ന് പറഞ്ഞായിരുന്നു. ആ ട്യൂട്ടർ കഴിഞ്ഞ പിള്ളേരെല്ലാം വന്നല്ല. നിങ്ങൾ എന്താ താമസിച്ചത്? എന്ത് പറയാനാ, ട്യൂഷൻ സാറ് വിടണ്ടേ? നീ ട്യൂഷൻ വരാത്തണ്ടടാ. ഓ എനിക്ക് വയ്യായിരുന്നടാ. ആടാ നമുക്ക് ഇവിടെ ഇരിക്കാടാ, പിള്ളേരെല്ലാം അവിടെ ഇരിക്കട്ടെ. ഡേ പിള്ള സാറേ, ഒരു കിട്ട് പേപ്പർ ആയിട്ട് അവിടെ വരും കേട്ടാ. പിള്ള സാറാ? എടാ അപ്പു എന്താണ് ഇരിക്കൂ? പിള്ള സാർ നമ്മ കല്ലടാ വരുന്നത്. അത് 4B കയറി സാറ്, ഞാൻ കണ്ടായിരുന്നു. സത്യം ഇരിക്കൂ, നീ കണ്ടായിരുന്നോ? ഞാൻ കണ്ടടിയാ, സാർ 4B കയറി പോണ ഞാൻ കണ്ടായിരുന്നു. പൊന്നിനെ വരണമെന്നേ പറഞ്ഞോളൂ, നമ്മളെ ക്ലാസ്സിലാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ആ നീ പേടിക്കണ്ട, എന്തായാലും പിള്ള സാറിന് ക്ലാസ് ഉണ്ട്. എന്നാലും സാറൊന്ന് പേപ്പർ കൊണ്ട് തന്നെ വരും, നോക്കിക്കോ. എന്റെ മസിൽ കൈ എന്തൊരു വേദന. ഇതാടേ, ഇതാ മസില്. എന്റെ മസിലിനല്ല കുറ്റം പറഞ്ഞുണ്ടല്ലോ. 3 മുട്ട ഇങ്ങനെ കൊണ്ടാക്കി എടുക്കണത്. മസിൽ കൈ താത്തറ, അല്ലെങ്കിൽ ഒടിഞ്ഞു പോവും. എന്റെ മസിൽ കൈ ആണി ഏതോ എന്റെ കൈ ഏന്ന് തിരിച്ചറിഞ്ഞൂടാ. അപ്പൊ എന്റെ കൈ നീ വേടിക്കും കേട്ടാ. പോടാ ചക്ര തലയാ, പോടാ മാക്രി തലയാ. പിള്ളേർ തുടങ്ങി വഴക്കുണ്ടാക്കാൻ. വഴക്കൊക്കെ ഉണ്ടാക്കിട്ട് ഇത്ര ദിവസം വഴക്കുണ്ടാക്കുന്നത് എന്തൊരു ബോറിംഗ് ആയിരുന്നു അറിയാമോ? ശരിയാടി, സ്കൂൾ തുറക്കാൻ വേണ്ടി എന്തോരം കൊതിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? കൊതിയൊക്കെ തീരും. സാറന്മാരുടെ പേപ്പർ കൊണ്ടുവരുമ്പോൾ എല്ലാം തീരും കേട്ടാ. പേപ്പർ മാത്രം തരാതിരുന്നാ മതിയായിരുന്നു. പഠിച്ചോനി. ആ മക്കളെ, നമ്മളെ ക്രിസ്മസ് വെക്കേഷൻ അടിച്ചു പൊളിച്ചില്ല എല്ലാരും? ആണോ? എന്താ സങ്കടത്തിരിക്കുന്നേ? അത് മക്കളെ, സാറിന് ഒരു കാര്യം പറയാൻ നിങ്ങളടുത്ത്. ഇന്ന് കഞ്ഞിപ്പറയിൽ കഞ്ഞി ആയിരിക്കില്ല, ബിരിയാണി ആയിരിക്കും. ഞാൻ 2 പാത്രം കൊണ്ടുവന്നു, ഒരു പാത്രം നിനക്ക് തരാം. എന്താണ് സാർ പറയാൻ പോകുന്നത്? ചിലപ്പോ ഇത് കഞ്ഞിപ്പരയിൽ കഞ്ഞി ആയിരിക്കില്ല, ബിരിയാണി ആയിരിക്കും എന്ന് പറയാൻ വേണ്ടി വന്നതായിരിക്കൂടി. ശ്രദ്ധിച്ചേ സാറേ, പെമ്പിളാണ് അലപ്പുണ്ടാക്കണം സാറേ. നീ പോടാ ചുക്കത്തലയാ, നീ പൊടി മാക്രി തെളിച്ചി. സൈലൻസ്. പറ സാറേ, എന്താ സാറേ കാര്യം? ആ മക്കളെ, നിങ്ങളെ പേപ്പേഴ്സ് എല്ലാം സാർ ചെക്ക് ചെയ്ത് വെച്ചിരിക്കുക. ബിരിയാണി ഞാൻ അറിഞ്ഞില്ലടി. സാർ പേപ്പർ എടുക്കാൻ മറന്നുപോയി മക്കളെ. ശരിയാടി, പക്ഷേ സാറിന് ഒരാഴ്ച കഴിഞ്ഞിട്ടേ പേപ്പർ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. സാറിന്റെ വൈഫിന്റെ വീട്ടിൽ നോക്കി വെച്ചിരിക്കുക പേപ്പർ. പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് സാർ അങ്ങോട്ട് പോയി എടുക്കത്തുള്ളൂ. ഈ സാറും വൈഫ് ഡൈവേഴ്സ് ആയി മതിയായിരുന്നു. അല്ല, ഡൈവേഴ്സ് ആക്കി പിന്നെ സാറിന് അങ്ങോട്ട് പോകൂലല്ല, പിന്നെ പേപ്പർ അങ്ങനെ എടുത്തോണ്ട് വരും. ശരിയാടി. അപ്പൊ സാറ് ഒരാഴ്ച കഴിഞ്ഞിട്ട് പോയി വൈഫിന്റെ വീട്ടിൽ പോയി പേപ്പർ എടുത്തോണ്ട് വരും കേട്ടാ. ക്ലാസ്സിൽ ഇനി ഒരു കുട്ടിയുണ്ടല്ലോ, ആരതി, വന്നില്ലേ ഇതുവരെ? ആരതിക്ക് ഫുൾ മാർക്കും കാണാതാ സാറിന് ആരതി പെട്ടെന്ന് ഓർമ്മ വന്നത്. ശരിയാ. കമിങ് സർ. യെസ് കമിങ്. ആ ആരതി അല്ലേ? അതെ സർ. കേറിയിരിക്കും മോളെ, കേറിയിരിക്കൂ. ആരതി ട്യൂഷനൊക്കെ പോകുന്നുണ്ടോ ആരതി? ഇല്ല സാർ, എന്റെ അച്ഛനാ പഠിപ്പിക്കുന്നേ. ഗുഡ് ഗേൾ, ഗുഡ് ഗേൾ. ഡാഡി, സാർ നമ്മളെ ഗുഡ് ഗേൾ എന്ന് പറയാത്തെ? അത് പഠിപ്പിച്ചല്ലേ? ശരിയാ. സാറേ, എല്ലാവർക്കും നല്ല മാർക്ക് ഉണ്ടോ സാറേ? മാർക്കിന്റെ കാര്യം നിന്നോട് ഇങ്ങോട്ട് ചോദിക്കരുതാലും, ഞാൻ പേപ്പർ ഉണ്ടായിരുന്ന കമ്പായിട്ടായിരിക്കും ഇങ്ങോട്ട് വരുന്നത്. ഓക്കെ, ബില്ലടിച്ചാ നെക്സ്റ്റ് ടീച്ചർ വരുന്നവരെ എല്ലാരും ഉണ്ടായിരിക്കണം കേട്ടോ. സാർ നെക്സ്റ്റ് വീക്ക് വരുമ്പോ പേപ്പർ കൊണ്ടേ വരത്തുള്ളൂ കേട്ടോ. എന്താണോ ഉഷാറില്ലാത്തേ? ആ ശരി. എല്ലാരും ഇരിക്കും മക്കളെ. എടി, സാറൊരു ബാഗുമായിട്ടല്ലേ വന്നത്? എന്തായിരിക്കും ബാഗിന്റെ അകത്ത്? എടി, അത് ചിലപ്പോ ലഡു ആയിരിക്കൂടി. ലഡുവാ? എന്തിനാണ് ലഡു കൊണ്ടുവരുന്നത് സാറ്? ചിലപ്പോ സാറിന്റെ ഭാര്യ പ്രസവിച്ചാണോടി. ഹായ്, അപ്പൊ നമുക്കിന്ന് ലഡു തിന്നാല്ല. എന്താണ് ഞങ്ങൾക്ക് പറയുന്നത് ലഡു എന്നൊക്കെ? നീ അറിഞ്ഞാ സാറിന്റെ ഭാര്യ പ്രസവിച്ചാണ്, സാറ് ലഡു കൊണ്ടാ വന്നിരിക്കുന്നത്. എല്ലാരും എക്സാം ഒക്കെ നന്നായിട്ട് എഴുതിയ മക്കളെ? എഴുതി സാർ.
എന്താ ഒരു കുട്ടിക്ക് മാത്രമേ എളുപ്പമുള്ളൂ, ബാക്കി ആർക്കും എളുപ്പമില്ലേ? എളുപ്പമുണ്ടായിരുന്നു സാറേ. ആ വെരി ഗുഡ് വെരി ഗുഡ്. ഇപ്പൊ സാർ ഇന്ന് നിങ്ങൾക്ക് പേപ്പർ തരുന്നില്ല കേട്ടോ, നാളെ തരാം കേട്ടോ. ആ സാറേ പതുക്കെ തന്നാ മതി. ആ പേപ്പറും കൊണ്ട് ഒരു വരക്ക് ഞാൻ വരും ഇങ്ങോട്ട്. എല്ലാം പഠിപ്പിച്ച ക്വസ്റ്റ്യൻസാ വന്നത്. എന്റെ പുണ്യാളാ, സാറിന്റെ ബാഗിന്റെ അകത്ത് എന്തായിരിക്കും? ചിലപ്പോ 4Cയിലെ പേപ്പർ ആയിരിക്കൂടി. ശരിയാ, നമുക്ക് കിട്ടൂലല്ലോ, അങ്ങനെ സമാധാനിക്കാം. ആ കുട്ടികളെ എല്ലാരും ഒന്നും കൂടെ ശ്രദ്ധിക്കണേ. എന്താ സാറേ? ഇപ്പൊ നമ്മുടെ സർക്കാർ എല്ലാ കുട്ടികൾക്കും പ്രതിരോധത്തിന്റെ ഗുളിക കൊടുക്കുന്നുണ്ട് കേട്ടോ. അതാണ് നമുക്ക് സാറിന് കൊണ്ടുവന്നത്. ഇത്ര എന്താ അവിടെ ശ്രദ്ധിക്കുന്നത്? ആ ഇവിടെ സാർ പറഞ്ഞ് ശ്രദ്ധിക്കുക എല്ലാരും. സാർ തരുന്ന ഓരോ ബോട്ടിൽ ഗുളിക ഉണ്ടല്ലോ, നിങ്ങൾ 3 നേരമായിട്ട് കഴിക്കണം കേട്ടോ. ഇത് മറ്റില്ല, ഹോമിയോ ഗുളിയല്ലേടി? തന്നിരിക്കൂ, ഇത് ഹോമിയോ ഗുളിയാണ്. കഴിഞ്ഞ ചേച്ചി കൊടുത്തു വിട്ടായിരുന്നേ, ഞാൻ ചേച്ചി ഒറ്റ ഫുള്ള് തിന്ന് തീർത്തു. അപ്പൊ കുഴപ്പമൊന്നുമില്ലേ തിന്നൊന്നും പറഞ്ഞല്ലേ? ഹോമിയോ ഗുളി നല്ല ഇനിപ്പാണ്. എന്തായാലും ഉറപ്പായിട്ട് അടുത്തൊരു ഹിന്ദിയാണ്. ഹിന്ദി പേപ്പർ കൊണ്ടുവരാൻ അങ്ങനെ വരത്തേ ഇല്ല. ആ എല്ലാരും വന്ന് ഓരോ പാക്കറ്റ് ഗുളിക വാങ്ങിച്ചോണ്ട് പോണം കേട്ടോ. എല്ലാരും ഇപ്പോഴും ഓരോ ഗുളിക കഴിച്ചോ കേട്ടോ, ബാക്കി വീട്ടിൽ കൊണ്ടുവച്ച് ഓരോ നേരം വെച്ച് കഴിച്ചാൽ മതിയേ. പറഞ്ഞ് കുറച്ച് ജോലിയുണ്ട്, എല്ലാരും മിണ്ടാതിരിക്കണം കേട്ടോ. എടാ ഇത് മറ്റേ ഹോമിയോ ഗുളി നല്ല ടേസ്റ്റ് ഉണ്ടല്ലേടാ? പൊട്ടിച്ചങ്ങോട്ട് വായി ഇട്ടാലാടാ. എടാ അങ്ങനെ തിന്നത് കെറി പോകട്ടാ. എടി ഇത് സാറന്മാര് പറ്റിക്കൊണ്ട് സർക്കാർ ചുമ്മാ ഇറക്കണ ഗുളിയാണെടി. എന്ത് രുചിയാണ് ഈ ഗുളിയ? ഒരു ബോട്ടിൽ കൂടെ ചോദിച്ചാലാ? അപ്പൊ നിനക്ക് തന്ന ബോട്ടിൽ എന്തോ ചെയ്ത്? അതിനെ ഫുള്ളൊന്നും ആയിട്ടടി. പെണ്ണെ ഇത് പ്രാന്തിന്റെ ഗുളിയൊന്നും അല്ല, പ്രതിരോധത്തിന്റെ ഗുളിയാണ്. കുഴപ്പമില്ലടി, അടുത്തതിലടി ഹിന്ദിയല്ലേ, മിക്കവാറും പേപ്പറും കൊണ്ടുവരും. ഞാൻ ചെറിയ കിടക്കാടി. ശരിയാ, അതും നല്ലൊരു ഐഡിയ തന്നെ. പൊസിഷൻ എഴുതിക്കൊണ്ട് വരാൻ പറഞ്ഞു ടീച്ചർ. ക്വസ്റ്റ്യൻ പേപ്പർ 5 പ്രാവശ്യം വെച്ച് എഴുതിയോലും ഇല്ല. ഈ പാത്തു നമുക്ക് ഈ ഗുളിയിൽ നിന്ന് ചുമയിൽ മയങ്ങി കിടന്നാലാടി. ശരിയാ, ഇത് ഐഡിയ എങ്ങനെയുണ്ട്? സൂപ്പർ ഐഡിയ അടി. എടി ചിത്രേ, എന്താടി? ഓക്കെ, ചുമയിൽ കിറങ്ങി കിടന്നാലായി ഗുളിയെ ഫുള്ളും തിന്നിട്ട്. പിള്ളേരെ ഇതൊന്നും മൊത്തം തിന്നുകയും ചെയ്യരുത്, തലറങ്ങി വീഴും. പോടാ. കഴിഞ്ഞ വർഷത്തെ ചേച്ചിക്ക് ഇതുപോലെ ഒരു ബോട്ടിൽ കൊടുത്തായിരുന്നു. ഞാൻ എന്റെ ചേച്ചി ഫുള്ള് എന്തെങ്കിലും തിന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു കേട്ടാ. എന്തോന്നാ പിള്ളേരെ അവിടെ? എടാ നീ അറിഞ്ഞാ ആ പാത്ത് ഫുള്ള് ഗുളി എടുത്ത് തിന്നു കളഞ്ഞു. നെക്സ്റ്റ് ക്ലാസ്സിലെ റോസമ്മ ടീച്ചർ ഹിന്ദിയിലെ പേപ്പർ കൊണ്ട് വരും. ഞാൻ ഇപ്പഴേ ആക്ടിങ് കാണിക്കാൻ പോവാ, തലറങ്ങി കിടക്കാൻ പോവാ. ആ കൊള്ളാടി പാത്തു, നല്ല ഐഡിയ കേട്ടാ. എടി പാത്തു സാറിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കട്ടാ. എടി നല്ല രുചിയടി, നമുക്ക് തിന്നാടി ഗുളിയ. പിള്ളേർക്ക് ഇത്രയും പോലും വിവരം ഇല്ലേ? പ്രതിരോധത്തിന് വേണ്ടി ഗുളി കൊടുത്ത ഗുളിയെ ഫുള്ളും തിന്നാൻ പോണെന്ന്. ഇതിനടുത്ത് പറഞ്ഞ മനസ്സിലാവുന്ന പിള്ളേരല്ല ഇതൊന്നും. നമ്മളെ തല കറങ്ങണത് തോന്നണേ. പാത്തു എന്താടി? നമ്മളെ തല കറങ്ങണടി. എടി നിന്നെ ആറ്റി കൊള്ളാം കേട്ടാടി. തലറി കിടന്ന കുഴപ്പമില്ല. എനിക്ക് തല കറങ്ങണേ. പാത്തുവിന്റെ ആറ്റിയും കൊള്ളാം കേട്ടാ. എടി അടുത്തവരുടെ ഹിന്ദിയോട് ഉറപ്പായിട്ട് പേപ്പർ കൊണ്ടുവരുവടി, നമുക്ക് അങ്ങോട്ട് ഇങ്ങനെ കിടന്നാടി. എടാ കാതറെ, നീ ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പർ എഴുതി കൊണ്ടുവന്നായിരുന്നാ? ഒന്നും എഴുതിയില്ലടാ, നീ പ്രാന്ത് എടുക്കണത് കാണുമ്പോ തന്നെ. വെള്ളം താടി. ആക്ടിങ് കാണിക്കല്ലേട്ടാ. വെള്ളം കൊണ്ടുവന്നില്ലേ? നമ്മളെ വെള്ളം കുടിച്ചു തീർക്കാണ്ട് നീ ആക്ടിങ് കാണിക്കണല്ലേ? നീ കുളി നിന്നാടി, ഇവിടെ തിന്നണോണ്ട് ഞാൻ തിന്നടി. ഇതാ 2 ഡൂപ്പടിച്ച് കിടക്കണേട്ടാ. വെള്ളം വെള്ളം. എടി നീ കുളി ഇവിടെ നിന്നാ? ഞാൻ തന്നപ്പോഴേ വിട്ട് പൊട്ടിച്ച് വായം കിട്ടില്ലേ? എടി സത്യം തന്നെ ഇരിക്കൂ, തല ഇറങ്ങടി. എല്ലാത്തിനും ബെസ്റ്റ് ഐഡിയ. നീ കഴിച്ചില്ലേ? എവിടാ? ഞാൻ ഒന്നേ കഴിച്ചോളൂ. തലറങ്ങണ ഉറപ്പുണ്ടടി, എനിക്ക് തലറങ്ങണ. അയ്യോ സാറേ, എന്തോ ആടാ വിളിക്കുന്നേ? ഈ പിള്ളേരെല്ലാം ഗുളിക വാരി തിന്നു സാറേ. ദാ ബോധം കെട്ട് കിടക്കുന്നു സാറേ. മൈ ഗോഡ്, ഈശ്വരാ, എന്റെ ഈശ്വര, ഈ പിള്ളേരെന്നെ ജയിലിൽ കയറ്റുന്നാ തോന്നുന്നത്. റോസമ്മ ടീച്ചറെ, റോസമ്മ ടീച്ചറെ, ഒന്ന് വേഗം വാ ടീച്ചറെ. എന്തോ സാറേ? ഈ പിള്ളേര് പ്രതിരോധത്തിന് ഗുളിയില്ലാത്ത തിന്ന് ബോധം കെട്ട് കിടക്കുന്നു ടീച്ചറെ. മൈ ഗോഡ് സാറേ, ആംബുലൻസ് വിളിക്ക് സാറേ. കുറെ പിള്ളേരുടെ ബോധം കെട്ട് കിടക്കുന്നു, നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. മൈ ഗോഡ് ടീച്ചറെ, ഒന്ന് പെട്ടെന്ന് പിടിക്കും ടീച്ചറെ. എന്തോന്ന് ബുദ്ധിയില്ലാത്ത കുട്ടികളാണോ ദൈവമേ, ഞാൻ ജയിലിൽ കയറുന്നാണ് തോന്നുന്നത്. ഇത് വെച്ചിട്ടുണ്ട് കേട്ടാ, പോയിട്ട് വരട്ടെ. എടി രുക്കു, നീ തിന്നില്ലടി? എടാ ഞാൻ തിന്നില്ലടാ, ഞാൻ 2 തവണ തിന്നിട്ട് അങ്ങ് നിർത്തി വെച്ച്. എന്നാൽ ഈ പിള്ളേരുടെ ഒരു കാര്യം എന്താണ് വിളിക്കുന്നത്? എടാ ആ ഫുൾ ബോട്ടിൽ ഞാനും തിന്നടാ. ഹോമിയോ ഗുളിയ ടേസ്റ്റ് ഉണ്ട്. എടാ വാടാ, സാറിന്റെ അടുത്ത് പറയാടാ, വാടാ.
എടി നീ ഹിന്ദി എഴുതിക്കൊണ്ട് വന്നായിരുന്നാ? ഞാൻ മാത്സ് ഹോംവർക്ക് പോലും എഴുതില്ല, പിന്നെയാണ് ഹിന്ദി. നീ പോ മാറി. ഈശ്വരാ, ഇന്ന് ടീച്ചർ വരായിരുന്നെങ്കിൽ മതിയായിരുന്നല്ലേ. പോടി, ഇന്നലെ വന്നിട്ട് ഒന്നും പഠിപ്പിച്ചില്ല, അവിടെ ഇന്ന് പഠിപ്പിക്കാൻ കയറാൻ ടീച്ചർമാര്. ഓ, ആരതി ഒന്നെങ്കിൽ നമുക്ക് നോക്കി എഴുതായിരുന്നു. തരും ഇപ്പൊ തന്നെ തരാം നിനക്ക്, ചോദിച്ചോ. ശരിയാടി, ആ കൊച്ചു പഠിക്കുകയും ചെയ്യും, ആർക്കൊരു സാധനം കാണിച്ചു തരത്തുമില്ല. വല്ലാത്ത സാധനം തന്നെ കേട്ടാ കൊച്ചിൻ. എടി, നമുക്ക് ആരതിയുടെ ബാഗിൽ നിന്നുള്ള മാത്സ് നോട്ട്ബുക്ക് അടിച്ചു മാറ്റിയാലാ? ഹോംവർക്ക് എഴുതിയിട്ട് തിരിച്ചങ്ങ് വെക്കാടി. ശരിയാടി. എടി മീനൂട്ടി, നീയല്ലേ അവളെ അടുത്തിരിക്കണത്, നീ പതുക്കെ അവളെ ബാഗിൽ നിന്ന് മാത്സ് നോട്ടൊന്ന് എടുക്കണേടി. എന്റെ ദൈവമേ, ആ ബാഗിന്റെ പിറത്തവളാണ് ഇരിക്കുന്നത്. നീ എങ്ങനെയെങ്കിലും ഒന്ന് എടുക്കാൻ നോക്ക് പ്ലീസ്. ആ ലീല ടീച്ചറിന്റെ ഈ കയ്യിരിക്കുന്ന അടി വാങ്ങിക്കാൻ വയ്യടി എനിക്ക്. അല്ലെങ്കിൽ ഞാനടി നമുക്കത് പുറത്തിറങ്ങി നിൽക്കുക, നമുക്കെല്ലാം അവിടെ ഒന്ന് കളിക്കാടി. നീ പൊട്ടിയാണോ ഉണ്ടെന്നാ? പൊട്ടിയാണോ എന്തിനി? അല്ല, ഏതായാലും നമ്മള് ക്ലാസ്സിൽ പുറത്താക്കുമല്ലോ, അപ്പൊ അവിടെ കളിക്കാൻ വേണ്ടിട്ട്. ആ, അത് അപ്പൊ കൈ കിടക്കണ വള പൊട്ടിച്ചെടുത്താ പോരെ. എന്താ താമസിച്ചത്? ചെറുക്കന്മാരൊന്നും വന്നില്ലേ? ഇല്ലടാ, ആരും വന്നില്ല. ചേടാ, ഈ അപ്പു അവിടെ പോയി കിടക്കണ്. എടാ, നീ മാത്സ് ഹോംവർക്ക് എഴുതിയായിരുന്ന? ഓ, വന്ന് കയറിയപ്പോഴേ തുടങ്ങും ഹോംവർക്ക് എന്നും പറഞ്ഞു. എനിക്കൊന്നും അറിഞ്ഞൂടാ, നീ ചുമ്മാ ഇരുന്നാണ്. നമുക്ക് എല്ലാവരും ഒരുമിച്ച് കളിയാനിരിക്കാടാ. എല്ലാവർക്കും നിർത്തുമെന്ന് പറഞ്ഞ ടീച്ചറ്. പിന്നെ ഇന്നലെ പറഞ്ഞത് കേട്ടില്ലേ, ഹോംവർക്ക് എഴുതാൻ ആരും വരരുത്, ഒറ്റ എന്നെ ക്ലാസ്സിൽ ഇരുത്തൂലെന്ന്. വെടിയാർക്ക് നിർത്തിയാ മതിയായിരുന്നു, അടിക്കാതിരുന്നാ മതിയായിരുന്നു. പെമ്പിള്ളേരെ നിങ്ങൾ ആരും എഴുതിയില്ലേടാ? നമ്മളെ ആരതി വരുമ്പോ നോക്കി എഴുതാൻ വേണ്ടി ഇരിക്കുന്നത്, നമുക്ക് അറിഞ്ഞൂടാ, ഒന്നും എഴുതാൻ വേണ്ടി അറിഞ്ഞൂടാ. ആ, ദേ അപ്പു ഒന്നല്ല. കോമള, നീ മാത്സ് ഹോംവർക്ക് എഴുതിയായിരുന്നാ? ഞാൻ പല വട്ടം പറഞ്ഞിട്ട് കോമള കോമളന്ന് വിളിക്കരുത് കേട്ടാ. അതാടാ തമാശ അടിച്ചല്ലേ. ഓ, എനിക്കൊന്നും വയ്യ എഴുതാൻ. പെമ്പിള്ളേരെ, അപ്പൊ ആരും എഴുതിയില്ല കേട്ടാ. ചേട്ടാ, ഈ ആരതിയും കാണാനില്ലല്ലോ. ആരതിക്ക് അവിടെ നിന്ന് വരുന്നടേ. എടി, ആരതിക്ക് അവിടെ നടന്നു വരുന്നെന്ന്. എടി മീനൂട്ടി, ഞാൻ പറഞ്ഞത് റെഡി ആയിക്കൊള്ളണം കേട്ടാ. മാത്സ് നോട്ട് എങ്ങനെ അടിച്ചു മാറ്റിക്കൊള്ളാം. എടി, എനിക്ക് പേടിയാവുന്നടി. താരല്ലടി, അവള് കാണാതെ എങ്ങനെയും ഒന്ന് എടുത്ത് താമി. എടി, നമുക്കൂടെ കാണിച്ചു തരണേടി. ആദ്യം അവള് തരോ നോക്കട്ട്, എന്നിട്ടല്ലേ നമുക്ക് കാണിച്ചു തരണത്. ഞാൻ ഇന്നൊരു സാധനം കൊണ്ടുവന്ന് വീട്ടിൽ കഴിക്കാനുള്ള വല്ല ആണെങ്കിൽ എടു വെച്ചാ വിശന്നിട്ട് വയ്യ. കഴിക്കാളെ കുടിക്കാളെയൊന്നും അല്ല. ഇത് എന്തോ നാടി ഈ പറ. കടുമാങ്ങയാണോ? അതല്ലേ പറ, കഴിക്കാനും കുടിക്കാനൊന്നും അല്ലാന്ന്. പിന്നെ എന്തോന്ന്, ഒന്ന് എടുക്കണേ ചിത്രേ. ഞാനേ ടാപ്പ് ഉണ്ടെന്ന്. ടാപ്പ് എന്തിനാ അളക്കാന്? പാറടി എന്റെ പൊന്നെ. എടി, കഴിക്കണല്ലോണോ? വന്നപ്പോ ഞാൻ പറഞ്ഞു കഴിക്കണം കുടിക്കണമൊന്നും അല്ലാന്ന്. പിന്നെ എന്തോന്ന് കൊണ്ടുവന്നത്? പാട്ട് വെക്കാനാ? എന്റെ ദൈവമേ, നീ ടാപ്പ് ഉണ്ടെന്നാ? എടി, ആ ടീച്ചർ അങ്ങനെ കണ്ടല്ല. കാണൂല, നമ്മൾ കാണാതെ പാട്ടിട്ട് കളിക്കും. ഏതായാലും ഇന്നലെ ഫുൾ ടൈം ടീച്ചർ വന്നില്ലല്ല, നമ്മളിവിടെ വേറെ കളിച്ചിരുന്നു. അപ്പൊ നമുക്ക് പാട്ടായിട്ട് രസിച്ചോടെ ഇരിക്കാന്ന് വിചാരിച്ചു. എവിടെ നോക്കട്ടെ. എടി, നീ ഒറിജിനൽ ഉണ്ടെന്നാ? അല്ല, ഡ്യൂപ്ലിക്കേറ്റ്. അയ്യോ, പെണങ്ങല്ലേടി. തമാശ പറച്ചില്. എടി, അത് കളിപ്പാട്ടാണോ ഒറിജിനലാണോ ചോദിച്ചല്ലേ ഉള്ളവള്. ഇവിടെ നോക്കട്ടെ. എങ്ങനെയുണ്ട് സംഭവം? കളിക്കടി. ദേ, നമ്മൾ പാട്ട് ഉച്ചത്തേക്ക് ടീച്ചർ കേൾക്കൂലേ? നമുക്ക് ഡോറ കടച്ചിട്ട് കളിക്കാടി ഇവിടെ. എന്റെ ധൈര്യം ഞാൻ സമ്മതിച്ചു മോളെ. അതാണ് ഈ ചിത്ര. ആ, പിന്നെ നീ നിന്റെ ചേച്ചിയുടെ തിരി പറഞ്ഞു നിനക്ക് ഏത് അപ്പിയാണോന്ന്. ഓ, അപ്പിയുടെ കാര്യം പറഞ്ഞാൽ ഇരുട്ടാൾ കടിയനാണ് ചേച്ചി. നമ്മൾ ചേച്ചിക്ക് ആൺകുട്ടി വേണം, എനിക്ക് പെൺകുട്ടി മതി. എന്താടി, ആൺകുട്ടിയല്ലേ നല്ലത്? നിങ്ങൾ രണ്ടുപേരും പെൺകുട്ടിയായിട്ടുണ്ടല്ലേ വീട്ടില്. ആ, അനിയത്തി മതിയടി. ഞാൻ വരച്ച വരയിലാണ് നിർത്തുന്നേ. ഇനി ചേച്ചിയുടെ തുമ്പി പറഞ്ഞു കൊടുക്കല്ലേടി. ഏയ് പിള്ളേരെ, ടാപ്പൊക്കെ കൊണ്ട് എവിടെ പോണു നിങ്ങള്? ടാപ്പൊക്കെ കൊണ്ട് നമ്മൾ ഉല്ലാസയാത്ര ഇവിടെ നിന്ന് വരണ. ആ, ഉല്ലാസയാത്ര ടീച്ചർ ഇങ്ങോട്ട് വരട്ടെ. ഇല ടീച്ചർ ഇങ്ങോട്ട് വരട്ടെ. ഞാൻ പറഞ്ഞു കൊടുക്കാം ഉല്ലാസയാത്ര കേട്ടാ. ശരിയാണ്, ഇല ടീച്ചർ ഇങ്ങോട്ട് വരട്ടെ. ഉല്ലാസയാത്ര ഞാൻ കാണിച്ചു തരാം കേട്ടാ. എടാ, ചതിക്കില്ലേടാ പ്ലീസ്. നമ്മള് വെറുതെ കൊണ്ടുവന്നേണ്ട, പാട്ടൊക്കെ ആക്കാൻ വേണ്ടി കൊണ്ടുവന്നേണ്ട. ടീച്ചറിനെ പറഞ്ഞു കൊടുക്കല്ലേടാ. മര്യാദക്ക് പറ അങ്ങോട്ട്. നമുക്കിവിടെ പാട്ട് കേൾക്കാൻ തരണം കേട്ടാ. ഓ, തരാടേ. അപ്പു, മനു വന്നില്ലേടാ? ഓ, അവന്റെ മസിൽ കയറ്റി അയച്ചരച്ച് കുളിച്ചോണ്ട് നിൽക്കണമായിരിക്കും അവൻ. മീനൂട്ടി വന്നിട്ടുണ്ട്, പറയും പോലെ എല്ലാം കേട്ടോളണേ. നിന്റെ അടുത്തല്ലടി പൊട്ടി, ഞാൻ മീനൂട്ടിയുടെ അടുത്താണ് പറഞ്ഞത്. പിന്നെ പറഞ്ഞു തരാം. അതോ സോപ്പിംഗ് ഉണ്ട്, മിക്കവാറും ഹോംവർക്ക് എഴുതാൻ കൊടുക്കാനായിരിക്കും. കൊടുക്കൂല ഞാൻ. എടി ചിത്രേ, ഈ ടാപ്പ് എടുത്ത് ബാഗിന്റെ അകത്ത് വെച്ചോ, പിന്നീട് എടുക്കാം നമുക്ക്. ശരിയാ, ടീച്ചർ അന്നല്ലേ എടുക്കാം അല്ലേ? ആ, അതെ അതെ, അല്ലെങ്കിൽ ടീച്ചറിനെ പിടിച്ചോണ്ട് പോകും കേട്ടാ. ദൈവമേ, ഇങ്ങോട്ട് എടുക്ക്, അമ്മ എന്നെ കൊല്ലു തന്നെ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ ഇവിടെ തറയിൽ വെച്ചോളാം. അയ്യോ, തറയിൽ വെച്ച പൊടി അടിക്കും, ഞാൻ ബാഗിൽ വെച്ചോളാം. കൊടുക്കടി ആരതി. എന്തോ കള്ളത്തരുണ്ട് ഈ പിള്ളേർക്ക്. വേണ്ടടി, എന്റെ ബാഗ് ചീത്തയാവൂടി. അയ്യോ, തറയിൽ വെച്ചാലേ ചീത്തയാവത്തുള്ളൂ. ഞാൻ ഇവിടെ ബാഗ് വെച്ച് വെച്ചിരിക്കാം. എന്തോ ഉടായിപ്പുണ്ട് ഈ പിള്ളേർക്ക്.
വേണ്ടടി ഞാൻ ഇവിടെ തറ വെച്ചിരിക്കാടി. എന്റെ ദൈവമേ മാത്സ് നോട്ട് കിട്ടുന്ന ഒരു ലക്ഷണവും ഇല്ല കേട്ടാ. അതിലേക്ക് വേണ്ടടി പോട്ട്. നമുക്ക് നേരിട്ട് ചോദിച്ചാലോ മാത്സ് നോട്ട്? ചോദിര് തരും, ഇപ്പൊ തന്നെ തരും. ഇതാരും നമ്മളെ മസിൽ മാറ്റിയല്ല. കുറച്ച് എക്സസൈസ് ചെയ്തോണ്ട് നിന്നാളിയാ താമസിച്ചത്. നീ എന്തോ എക്സസൈസ് ചെയ്തോണ്ടിരുന്നത്? എന്റെ മസിലൊന്ന് പെരുവി കയറാൻ വേണ്ടി 2 താവുകട ചുമന്നോണ്ട് നിന്നാളിയാ. ഒറ്റ ഇടിയൊക്കെ വെച്ചേക്കടാ, തിരിപ്പിക്കാൻ കയറി പോർക്കാ. ചേടാ ഇന്നെന്തിനാ ഇഷ്ടം? അയ്യോ പറയാൻ മറന്നുപോയി. ആരതി നിന്റെ ഇംഗ്ലീഷ് ടീച്ചർ വിളിക്കുന്ന അങ്ങോട്ട് സ്റ്റാഫ് റൂമിലോട്ട് ചെല്ലാൻ പറഞ്ഞു. എന്നെ അല്ല എന്നെ നിന്നെയാണ് ചെല്ലാൻ പറഞ്ഞത്. വേഗം പോടി ആരതി, ടീച്ചർ അടിക്കും കേട്ടാ. ചിത്ര പെട്ടെന്ന് മാത്സ് നോട്ട് എടുക്ക എഴുതാ. ആരതി പോയി. പെട്ടെന്ന് എഴുതി തരാം. ഇത്ര വേഗം എഴുതി എടുക്ക്. നിങ്ങൾ എഴുതി നിങ്ങളെ നോട്ട് അമ്മ പറഞ്ഞേ. തരാം, അത് നമ്മളൊന്ന് എഴുതി എടുക്കട്ടെ. എടി കിട്ടിയാ നോട്ട്? കിട്ടിയടാ, അവരെ എഴുതി നമുക്ക് തരും. എന്നാടാ നിങ്ങൾ പെട്ടെന്ന് എഴുത്, എഴുതിട്ട് അങ്ങ് കൊടുക്കാം. അവക്ക് വാങ്ങിനളിയാ. ഒളിച്ചു എഴുതേട്ടാ, ഒളിച്ചു എഴുത്. എന്റെ ദൈവമേ, ഇപ്പൊ എങ്ങനെ എഴുതൂടാ? അവള് വന്നല്ല. ഇനി നിന്ന് എഴുതാടാ. അളിയാ വെട്ടത്ത് എഴുതാങ്ങോട്ട്. നിങ്ങൾ എഴുതിയിട്ട് എനിക്കൂടെ കാണിച്ചേർന്നേടാ. കാണിച്ചേർന്ന് അവിടെ പോയി ഇരിക്കി. വേഗം എഴുതാൻ പറ, വേഗം എഴുതാൻ പറ. ആരതി നിങ്ങൾ എന്തിനാ ടീച്ചറെ വിളിച്ചത്? അളിയാ തീർന്നു പറയാം. നീ അങ്ങോട്ട് പോയി ഇരിയോടാ. അത് എന്റെ അനിയത്തിയുടെ ക്ലാസ് ടീച്ചറാടി, നമ്മൾ ഇംഗ്ലീഷ് ടീച്ചർ. അപ്പൊ അനിയത്തിയുടെ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതേറ്റാ. അല്ല യുവമാർ തറയിലിരുന്ന് എന്താ ചെയ്യുന്നേ അവിടെ? അത് അവന്മാർ അവിടെ ഒന്ന് കളിക്കുകയാണടി. ഇതൊന്ന് കളിയാതെ പിള്ളേർക്ക്. ആ നേരത്തെ പിള്ളേർക്ക് മാത്സ് ഹോംവർക്ക് എടുത്ത് എഴുതിക്കൂടെ? അത് എഴുതിക്കൊണ്ടിരിക്കുകയാണെന്നോ? അല്ല അവന്മാര് പറഞ്ഞു പരസ്പരം എഴുതിക്കൊണ്ടിരിക്കുക. അവന്മാര് അത്ര വിളിച്ച് തറ മിണ്ടാതിരി. അറിയാതെ വീണ് പോയടി. ഇപ്പൊ മാത്സ് നോട്ട് ഇപ്പൊ എങ്ങനെയാണ് ബാഗിനകത്ത് വെക്കുന്നത്? എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ നോട്ട് എടുത്തോണ്ട് വാ. നീ പോയിരുന്ന് എഴുത്, ഞാൻ ഇവിടെ ഇരിക്കാം. ഞാൻ എഴുതിയടി, നീ അവനോട് എഴുതുന്നു. എനിക്കറിയത്തില്ല. ചിത്രേ എന്നാ നോട്ട് തന്നത് എല്ലാരും പഠിച്ചോ? ടീച്ചർ മാത്സ് ഹോംവർക്ക് ഉണ്ടായിരുന്നു ടീച്ചർ. ഓ ഐസി ടീച്ചർ മറന്നു. എല്ലാരും എഴുതിയോ? എഴുതി ടീച്ചർ. നമ്മളെല്ലാരും എഴുതി ടീച്ചർ. എഴുതി ടീച്ചർ. ശ്രദ്ധിക്കുന്നേ? ഒന്നുമില്ല ടീച്ചർ, നോട്ട് എടുക്കായിരുന്നു. ഹോംവർക്ക് എഴുതാത്തവര് എനിക്ക് ഗുഡ്. എല്ലാരും എഴുതിയിട്ടുണ്ടല്ലോ. ടീച്ചർ എല്ലാരും അടുത്ത് വന്ന് നോട്ട് നോക്കാം കേട്ടോ. ഓക്കെ ടീച്ചർ, നോട്ട് എടുത്ത് വെക്കേ. എല്ലാ പിള്ളേർക്ക് അടി കിട്ടും. നോട്ട് കൊണ്ടുവന്നില്ല എന്നൊന്നും ആരും എന്റെ എക്സ്ക്യൂസ് പറയണ്ട. കള്ളത്തരാണ് പറയണമെന്ന് എനിക്കറിയാം. എല്ലാരും നോട്ട് ഇന്നിവിടെ നീ കാണണം. ഇങ്ങനെ കൊടുക്കായി ഈ നോട്ട് അങ്ങ് കൊടുക്ക്. നോട്ട് കൊണ്ടുവന്നില്ല ആരും എന്നോട് എക്സ്ക്യൂസ് പറയണ്ടാന്ന്. ഞാൻ ഹോംവർക്ക് എഴുതി കാണത്തില്ല. അതാ കള്ളത്തരം പറയുന്നേ. ഇല്ല ടീച്ചർ, സത്യമായിട്ട് ഞാൻ എഴുതി കൊണ്ടുവന്നേ ടീച്ചർ. ഇന്നലെ ഞാൻ മാത്സ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ ടീച്ചർ. ഈ കൊച്ചു എന്നാലും കള്ളത്തരം പറയത്തില്ല, പഠിക്കുന്ന കുട്ടിയല്ലേ. ബാക്കിയുള്ള എല്ലാരും എഴുതിയാണ് ഹോംവർക്ക്. പാവോടി നോട്ടൊന്നും എടുത്തും കൊടുക്കടി. നമ്മളെ കള്ളത്തരം പിടിക്കൂലേ? എന്റെ നോട്ട് കണ്ടില്ല ടീച്ചർ. ഇങ്ങോട്ട് വാ. ആദ്യമേ ഞാൻ പറഞ്ഞു നോട്ട് കൊണ്ടുവന്നില്ല എന്റെ അടുത്ത് പറയരുതെന്ന് പറഞ്ഞു കേട്ടോ. ടീച്ചർ കൊള്ളല്ലേ ടീച്ചർ, ഞാൻ കൊണ്ടുവന്നു ടീച്ചർ. ഞാൻ എല്ലാ ദിവസവും നോട്ട് കൊണ്ടുവരും ടീച്ചർ. ഞാൻ ഒരു ദിവസം കൊണ്ടുവരാതിരുന്നിട്ടില്ല ടീച്ചർ. എന്റെ നോട്ട് ആരാ എടുത്തുള്ളൂ ടീച്ചർ. എന്റെ ബുക്ക് എങ്ങനെ തറയിൽ വന്ന് ടീച്ചർ? എന്റെ നോട്ട്ബുക്ക് എടുത്ത് ആരോ ഹോംവർക്ക് എഴുതിയത് ടീച്ചർ. ആടോ അതിന്റെ നോട്ട്ബുക്ക് എടുത്ത് ഹോംവർക്ക് എഴുതിയത്? ഇപ്പൊ ഇരിക്കേ. സോറി ആരതി. നോട്ട്ബുക്ക് എടുത്തിട്ട് ഹോംവർക്ക് എഴുതിയത്? എല്ലാരും സ്വയമാണ് ടീച്ചർ എഴുതിയത്. അതിലേക്ക് സത്യം പറഞ്ഞോളൂ എന്റെ അടുത്ത്. ഇപ്പൊ എല്ലാരും ഞാൻ പുറത്ത് നിർത്തിക്കും. എന്റെ നോട്ട്ബുക്ക് ആരോ എടുത്തത് എന്റെ. ഞാൻ കാണിച്ചു തരാം ഇപ്പൊ. ടീച്ചർ ഈ ചിത്ര ടേപ്പ് റെക്കോർഡ് കൊണ്ടുവന്നു ടീച്ചർ. ടേപ്പ് റെക്കോർഡ് ഉണ്ടെന്നോ? അതെ ടീച്ചർ. ഈ ചിത്രയെ കുത്തിരി നോക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടായിരുന്നു. എന്റെ നോട്ട്ബുക്ക് എടുത്തിട്ട് പോയതല്ലേ അവര്. നോട്ട്ബുക്ക് എടുക്കുന്നത് തുടർന്ന് സംസാരിക്കുന്നേ. ഒന്നുമില്ല ടീച്ചർ, ഒന്നുമില്ല. സത്യാണോ ടീച്ചർ? അത് ഇവിടെ കൊണ്ടുവന്നല്ല ടീച്ചർ. എന്റെ ട്യൂഷൻ സെന്ററിൽ ഡാൻസ് പ്രോഗ്രാം ഉണ്ട്. അങ്ങനെ അതിന് വേണ്ടി കൊണ്ടുവന്ന ടീച്ചർ. കൊണ്ടുവന്നോ ഇല്ലയോ അത് മാത്രമേ ചോദിച്ചുള്ളൂ. വന്നു ടീച്ചർ. ധൈര്യം ഉണ്ടോ എനിക്ക്?
ക്ലാസ്സിൽ ഇതൊക്കെ കൊണ്ടുവരാൻ. ക്ലാസ്സിൽ പുറത്ത് പോ. സോറി ടീച്ചർ, ഇനി അങ്ങനെ ആവർത്തിക്കില്ല ടീച്ചർ. ഞാൻ ഓരോ കാര്യം ചോദിച്ചില്ല, ക്ലാസ്സിന് പുറത്ത് പോകാനാ പറഞ്ഞത്. ആ ടേപ്പർ കൊണ്ട് തലയിൽ വെച്ചോണ്ട് പുറത്ത് പോവാ. ഇത് മാത്രമല്ല രുക്കു. ടീച്ചർ ട്യൂട്ടോറിയലത്തേക്ക് വേണ്ടി കൊണ്ടുവന്നാണ് ടീച്ചർ. നോ എക്സ്ക്യൂസ്. ഐ സേ ഗെറ്റ് ഔട്ട് ദ ക്ലാസ്. പേപ്പർ കൊണ്ട് തലയിൽ വെച്ചോണ്ട് പോയി നിൽക്കണം. സോറി ടീച്ചർ. ഗോ ഔട്ട്സൈഡ്. സോറി ടീച്ചർ. പോടോ. ശിവനെ കാണിച്ചിട്ട് ഇവിടെ കയറിയാ മതി കേട്ടോ. അങ്ങനെ തന്നെ വേണം, അങ്ങനെ തന്നെ വേണം. കാണിച്ചു തരാഞ്ഞേ. നിനക്ക് വലിയ ആവശ്യം ഉണ്ടായിരുന്നു ആരതി. ടീച്ചർ, ഈ പാത്തു എന്നിട്ട് വഴക്ക് പറയുന്നു ടീച്ചർ. പാത്തുവിന് പുറത്ത് പോണോ? ഇരിക്കാനൊന്നുമല്ല ഇങ്ങോട്ട് വരുന്നത്. ട്രാപ്പർ കൊണ്ട് ഇങ്ങോട്ട് വരും.